നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും മനുവും തമ്മിലുള്ള കല്യാണ ഫോട്ടോഷൂട്ട് പ്രശ്നമായ സാഹചര്യത്തിൽ അവർ പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 2 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന സാധനം ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ അവിടെ നമ്പർ വയ്ക്കുന്നത് എന്താണ് ഉദ്ദേശം, ആർക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡെന്നേ ഞാൻ കണ്ടുള്ളൂ. അപ്പം അവർക്ക് ആ നമ്പർ എടുക്കുക, വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഫോട്ടോഷൂട്ടാണോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണോ, യഥാർത്ഥ വിവാഹമാണോ, എന്താണെന്നുള്ളത് അവർക്ക് ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഒറ്റ ആൾ പോലും ചേട്ടനെ വിളിച്ചില്ല. ചേട്ടൻ്റെ പേജ് ചേട്ടൻ സുനാപ്പി ഡസൻ കണക്കിന് എഴുതി വെച്ചിട്ടും ഇത് പറഞ്ഞ് ചേട്ടൻ തന്നെ ഇട്ടൊരു സാധനമാണ്. ഞാൻ വായിക്കാം. എൻ്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ട് തിരിച്ച് ഞാൻ മെസ്സേജ് അയക്കാത്തത്. പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾ മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. കടുത്ത ഡിപ്രഷനിലേക്കാണ് എൻ്റെ യാത്ര എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതായത് ഒരുപാട് മെസ്സേജ് വന്നിട്ട് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചേട്ടൻ ഈ റിയാക്ഷൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടത് 1.2 M ആളുകളാണ്. മില്യൺ കണക്കിന് ആളുകൾ ചേട്ടനെ വിളിച്ച് ക്ലാരിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു ചേട്ടാ, നമ്മൾ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിപ്പിക്കാൻ. ആ തെറ്റിദ്ധരിപ്പിച്ച സാധനം ഹിറ്റായി. എന്നിട്ട് ഞാൻ ശരിയായിട്ടാണ് ധരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ ധരിച്ചത് തെറ്റായിട്ടാണ്. നിങ്ങൾ ശരിയായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ധരിക്കാൻ പറ്റിയാനേ. എന്തോന്നാണ് ചേട്ടാ പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് 100-ൽ 150% ഉറപ്പാണ് ഈ സാധനം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളിലേക്ക് എത്തത്തുള്ളൂ. ആളുകൾ ഇത് മോശമായിട്ട് തന്നെ ചിത്രീകരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ ക്യാപ്ഷൻ മാറ്റായിരുന്നു. ക്യാപ്ഷൻ മാറ്റുന്നതിനകത്ത് ചേട്ടൻ പറയുന്നൊരു സാധനം, അത് ഞാനിട്ട ക്യാപ്ഷനല്ല, ഏതോ താടിക്കാരനിട്ടതാണ്, തൊപ്പിക്കാരനിട്ടതാണെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ എൻ്റെ പേജിൽ വന്നതല്ല, ഞാൻ ക്യാപ്ഷൻ നോക്കിയില്ല. ശരി, ചേട്ടൻ ഇട്ട ക്യാപ്ഷൻ ഞാൻ വായിക്കാം. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒന്നിക്കുന്നു. രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി ഇവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന നല്ല ചിത്രങ്ങളാണ്. ഇതൊക്കെയാണ് ചേട്ടൻ എഴുതി വെച്ചേക്കുന്ന സാധനങ്ങൾ. അതിനൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഇവർക്ക് 2 പേർക്കും അറിയാം ഇത് പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. എന്നിട്ട് തന്നെയാണ് ഈ പറന്നിറങ്ങിയ മാലാഖ, മുത്തുമണി, തങ്കക്കുടം എന്നൊക്കെ ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. ചേട്ടാ, തെറ്റിദ്ധരിപ്പിക്കലാണ് ഉദ്ദേശിച്ചത്, മിസ്ലീഡിങ്. അത് നടന്നു, നിങ്ങൾ സക്സസ് ആയി, നിങ്ങളുടെ തലച്ചോറ് വിജയിച്ചതിനകത്ത്. അതങ്ങ് പറയുക, ഞങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്തതെന്ന്. അല്ലല്ല, ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൻ്റെ കുഴപ്പം. നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണമായിരുന്നു. ഏത് നിങ്ങളുടെ തെറ്റാണ്, ഞാൻ കറക്റ്റ്. എന്തോന്ന് ചേട്ടാ.